കുട്ടി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്നത് വേനലവധിയാണല്ലോ. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വേനലവധി കാലത്ത് നടന്ന ഒരു സംഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഥയിലേക്ക് കടക്കും മുൻപ് ആദ്യമായി ചാനൽ കേൾക്കാൻ വന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. നിങ്ങളുടെ സ്നേഹം ലൈക്കായും കമൻറ്റായും രേഖപ്പെടുത്തുക. ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്നവർക്കായി ഷെയർ ചെയ്യുക. ഇനി കഥയിലേക്ക്. ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണിത്. ആ കഥ അവൻ പറയുന്നത് പോലെ ഇനി കേൾക്കാം. ഞാൻ അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തിളച്ചുമറിയുന്ന വേനൽക്കാലത്ത് അവസാനത്തെ പരീക്ഷയും കഴിഞ്ഞ് സന്തോഷത്തോടെ വീട്ടിലെത്തി. എറണാകുളം ജില്ലയിലെ ഒരു മലയോര പ്രദേശത്താണ് എൻ്റെ വീട്. അത്യാവശ്യം പാറയും കുന്നും മലകളുമൊക്കെ നിറഞ്ഞ ഒരു പ്രദേശം. കൂടുതലും കപ്പയും റബ്ബർ മരങ്ങളും കൈതച്ചക്കയുമാണ് അവിടങ്ങളിലെ പ്രധാന കൃഷി. പരീക്ഷ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പിള്ളേർ സെറ്റെല്ലാം കൂടി ഫുൾ ടൈം ക്രിക്കറ്റ് കളി തുടങ്ങി. ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കാണ് ഞങ്ങളുടെ ക്രിക്കറ്റ് പിച്ച്. തോട്ടത്തിൻ്റെ ഒരു വശം ചരിഞ്ഞു കിടക്കുന്നൊരു പ്രദേശമാണ്. 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്ന സമയമാണ്. സച്ചിൻ്റെ ബാറ്റിംഗ് കണ്ട് ത്രില്ലടിച്ച ഞങ്ങൾ മടല് വെട്ടി MRFൻ്റെ ബാറ്റുണ്ടാക്കി. അങ്ങനെ കളിമൂത്ത് നിൽക്കുന്ന സമയത്താണ് ഞങ്ങളെ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ടായത്. അതായത്, ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന തോട്ടത്തിലെ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുന്നു. അതുമാത്രവുമല്ല, അവിടെ മുഴുവൻ കൈതച്ചക്ക കൃഷി ചെയ്യാൻ പോകുന്നു. ഞങ്ങളുടെ ഈഡനും മെൽബണും സിഡ്നിയുമെല്ലാമായിരുന്ന കളിസ്ഥലം എന്നേക്കുമായി നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾ അതീവ ദുഃഖിതരായിരുന്നു. അതുപോലൊരു കളിസ്ഥലമാക്കാൻ പറ്റിയ പ്രദേശം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ഇനിയിപ്പോൾ ക്രിക്കറ്റ് കളി നടക്കില്ല എന്ന സത്യവുമായി ഞങ്ങൾ പൊരുത്തപ്പെട്ടു തുടങ്ങി. അങ്ങനെയിരിക്കെ അച്ഛൻ്റെ അമ്മാവന്മാരുടെ മക്കളായ ബിജീഷ്, പ്രജീഷ്, അനിൽ, പിന്നെ ഞാനും ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ക്യാരംസ് ബോർഡ് വാങ്ങുവാൻ തീരുമാനിച്ചു. അതാവുമ്പോൾ ഒരു സ്ഥലത്തിരുന്ന് കളിക്കാമല്ലോ. വീട്ടുകാർക്കും അത് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. വിയർത്തു കുളിച്ച് ഭക്ഷണം പോലും കഴിക്കാതെയുള്ള കളി നിന്നല്ലോ, അതുതന്നെ. പകൽ സമയങ്ങളിൽ ക്യാരംസ് ബോർഡ് വെച്ച് കളിക്കുവാൻ പറ്റിയൊരു സ്ഥലം അന്വേഷിച്ച് ഞങ്ങൾ കണ്ടെത്തി. ആരുടെയും വീടുകളിലിരുന്ന് കളിക്കുന്നതിനോട് ആർക്കും ഒരു താല്പര്യവുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചിരുന്ന തോട്ടത്തിൻ്റെ താഴെ ഒരു വലിയ പാറയുണ്ട്. ഒരു സൈഡിൽ ഇല്ലികൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ നല്ല തണലുമുണ്ട്. പാറയുടെ മുകൾ ഭാഗം അത്യാവശ്യം നിരപ്പുമാണ്. അവിടെ നിൽക്കുന്ന പുല്ലുകളും മറ്റും പറിച്ച് വൃത്തിയാക്കി സ്ഥലം നല്ലതുപോലെ വൃത്തിയാക്കാൻ ഞങ്ങൾ ഉത്സാഹത്തോടെ പണിയെടുത്തു. അങ്ങനെ അവിടെ ഇരുന്ന് എല്ലാവരും കളി തുടങ്ങി. ഞങ്ങളുടെ കൂടെ കളിക്കുവാൻ മുതിർന്നവരും എത്തിയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരത്തെ കളി കഴിഞ്ഞ് എല്ലാവരും ഓരോ കഥകളും കാര്യങ്ങളുമായി ആ പാറയിൽ വട്ടം കൂടിയിരുന്നു. അവിടെ ഇരുന്നാൽ തെളിഞ്ഞ ആകാശം കാണാം. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും കാണാം. നല്ല ഇളം കാറ്റേറ്റ് എല്ലാവരും അവിടെ കിടന്നു മയങ്ങി. സമയം ഒരുപാട് രാത്രിയായി. അവസാനം ഞാനും പ്രജീഷും ബിജീഷും മാത്രമായി. അടുത്തടുത്തെല്ലാം ബന്ധുക്കളും സ്വന്തക്കാരും മാത്രം താമസമായതുകൊണ്ട് ഏതെങ്കിലും വീട്ടിലായിരിക്കും അവധി സമയങ്ങളിൽ ഞങ്ങളുടെ ഉറക്കം. അതുകൊണ്ട് തന്നെ വീട്ടുകാർ കൂടുതൽ തിരക്കാറില്ലായിരുന്നു. സമയം അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ മൂവരും അവിടെ കിടന്ന് അഗാധമായ നിദ്രയിലേക്ക് വഴുതി വീണു.
പൊടുന്നനെ എന്തോ ഒരു വലിയ പ്രകാശം അവിടമാകെ പരന്നു. അതുവരെ മയക്കത്തിലാണ്ട് കിടന്ന ഞങ്ങൾ പതിയെ കണ്ണുകൾ തുറന്നു. അവിടെ കണ്ട കാഴ്ച എങ്ങനെ വിവരിക്കണമെന്ന് ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല. ഒരു വലിയ തീഗോളം ആകാശത്തിൽ നിന്നും വേഗതയിൽ പാഞ്ഞു വരുന്നു. ഞങ്ങൾ കണ്ണു തുറന്നപ്പോൾ അത് പതിയെ ഞങ്ങൾ കിടക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായി ചലനമില്ലാതെ നിൽക്കുന്നു. ഞങ്ങൾക്ക് നിലവിളിക്കണമെന്ന് തോന്നിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഞങ്ങൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് ഇരുട്ടിലൂടെ വേഗത്തിൽ ഓടുവാൻ തുടങ്ങി. കുറേ ദൂരം ഓടിക്കഴിഞ്ഞാണ് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയത്. അപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ഞങ്ങൾ കിടന്നിരുന്ന ഭാഗത്ത് ആ തീഗോളം വന്ന് വീണിരിക്കുന്നു. അവിടമാകെ അഗ്നിനാളങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾ പിന്നെ തിരിഞ്ഞു നോക്കാതെ വീട്ടിലേക്ക് ഓടി. പിറ്റേ ദിവസം നേരം പുലർന്നിട്ടും ഭയം വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ആ കളിസ്ഥലത്തെ സമീപം പോയി നോക്കി. പക്ഷേ അവിടെ കണ്ട കാഴ്ച ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരു പുൽനാമ്പ് പോലും അവിടെ കരിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അഗ്നിബാധ അവിടെയെങ്ങും ഉണ്ടായിട്ടേയില്ല. എന്താണ് അത് എന്ന് ഇന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ 3 പേരും ഒരേ സമയം കണ്ടതാണ്. അതോടുകൂടി അവിടുത്തെ കളി ഞങ്ങൾ ഉപേക്ഷിച്ചു. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പങ്കുവെക്കണേ. അടുത്ത കഥയുമായി വരും വരെ ബൈ.